ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിത മാതൃകകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സാധാരണ പറഞ്ഞു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേകമായ ഒരു വിഷയം, അത് നമ്മുടെ മീഡിയകളിലൂടെ ഒരു പ്രമുഖനായ യുക്തിവാദി ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചതിന് അദ്ദേഹത്തോട് ആദ്യമായി നന്ദി പറയുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ നാട്ടുകാരോട് പറയാൻ കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഇതുപോലെ ഒരു സദസ്സിൽ, ആ സദസ്സിലുള്ള ആളോട് പറയാൻ വേണ്ടി പറയാം, ഒരു വരിയെങ്കിലും പറയും, ഖുർആനിൽ നാട്ടുകാരെ കേൾപ്പിക്കാൻ കഴിയുന്ന ഒരു വരിയെങ്കിലും പറയൂ എന്ന്, ഉപകാരമുള്ള, നാട്ടുകാർക്ക് ഉപകാരമുള്ള, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വരിയെങ്കിലും പറയൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിന്റെ വെല്ലുവിളി, അദ്ദേഹത്തിന്റെ ചോദ്യം അത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാനുള്ളൂ. കാരണം ആ ഒരു ചോദ്യം വന്നത് കൊണ്ട്, ആ ഒരു വെല്ലുവിളി വന്നത് കൊണ്ട് ജനങ്ങൾക്ക് കുറെ ഖുർആൻ പഠിക്കാൻ, ഖുർആനിൽ എന്താണ് ഉള്ളത് എന്നറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ സഹോദരനോട്, ആ യുക്തിവാദിയോടും ആദ്യം നന്ദി പറയുകയാണ്. അദ്ദേഹം ഒരു വരിയാണ് ചോദിച്ചത്, ഒരു പൂവാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ നമുക്ക് അദ്ദേഹത്തിന് ഒരു പൂക്കാലം തന്നെ കൊടുക്കാം, ഒരു പൂന്തോപ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കാം. വിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായം കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങാം. അല്ല വേണ്ട, വിശുദ്ധ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളും കൊണ്ട് നമുക്ക് തുടങ്ങാം. വിശുദ്ധമായ ഖുർആൻ മാത്രം ഒന്ന്, സഹോദരങ്ങൾ മനസ്സിലാക്കിക്കോ, ഒന്ന് വിശുദ്ധമായ ഖുർആൻ മാത്രം തുടങ്ങുന്നത് ഖുർആനിലെ 114 അധ്യായങ്ങൾ. ആ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. റഹ്മാൻ റഹീമാണ്. ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ സൃഷ്ടാവ്, ഞങ്ങളുടെ ദൈവം പരമകാരുണ്യവാനാണ്, കരുണാവാരിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. അതിന്റെ 1-ാമത്തെ പേജ് മുതൽ അവസാനത്തെ അധ്യായം വരെ ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്ന് എന്താണ് ഒരു വിശ്വാസി, ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി മനുഷ്യൻ എന്ത് സന്ദേശം സ്വീകരിക്കും? എന്റെ റബ്ബ്, എന്റെ ദൈവം, ഞാൻ 5 നേരം ആരാധിക്കുന്ന, അല്ല ജീവിതം മുഴുവൻ ആരാധിച്ച് അനുസരിച്ച് വണങ്ങിക്കൊണ്ടിരിക്കുന്ന എന്റെ സൃഷ്ടാവ്, എന്റെ റബ്ബ്, അവൻ ആരാണ്? അവൻ കാരുണ്യവാനാണ്, അവൻ ദയാവാരിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്ന് അദ്ദേഹം ചിന്തിക്കണം. ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാം, എന്ത് മാറ്റം ഉണ്ടാവും? എന്റെ റബ്ബ്, എന്റെ ദൈവം, എന്റെ സൃഷ്ടാവ് കാരുണ്യവാനാണ്, കരുണയുള്ളവനാണ്, ദയവുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് തുടങ്ങുന്നത്. 2, അങ്ങനെ തുടങ്ങുന്ന ഒരു മതഗ്രന്ഥം എന്ന് ലോകത്ത് വേറെ ഇല്ല. എല്ലാ അധ്യായങ്ങളും, ഒരു അധ്യായം ഒഴിച്ച് 114 ഒരു അധ്യായം ഒഴിച്ച് എല്ലാ അധ്യായങ്ങളും ഖുർആൻ തുടങ്ങുന്നത് റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ റബ്ബിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്ന് ആദ്യത്തെ മനസ്സിലാക്കാം. 1. 2, ഇനി 1-ാമത്തെ അധ്യായം തന്നെ സൂറത്തുൽ ഫാത്തിഹ. ആ 1-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്തുതിക്കുന്ന എന്റെ റബ്ബ്, അവൻ റബ്ബുൽ ആലമീനാണ്, ലോകത്തിലെ മുഴുവൻ സൃഷ്ട വസ്തുക്കളുടെയും റബ്ബാണ്, നാഥനാണ്, രക്ഷിതാവാണ്. റബ്ബുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ല. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സ്തുതിക്കുന്ന, ഞാൻ വണങ്ങുന്ന എന്റെ റബ്ബ് അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ, റബ്ബിൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞില്ല. മറിച്ച് മുസ്ലിമിനെയും, ആ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ജൂതനെയും
ജൈനനെയും സിഖിനെയും പാഴ്സിനെയും സകല മതമുള്ളവനെയും മതമില്ലാത്തവനെയും മനുഷ്യരെയും ജിന്നിനെയും മനുഷ്യരെയും മൃഗങ്ങളെയും മണ്ണിനെയും വിണ്ണിനെയും സകല ജീവജാലങ്ങളെയും നിയന്ത്രിച്ച് പരിപാലിച്ച് പടച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നവനാണ് എന്റെ റബ്ബ് എന്ന് തുടങ്ങിയാണ് ഒന്നാമധ്യായമായ ഒന്നാമത്തെ വാചകം തന്നെ തുടങ്ങുന്നത് അപ്രകാരം. ചിലരുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ വാക്ക് അതാണ്. മൂന്നാമത്തത് വീണ്ടും പറയുന്നു അർ-റഹ്മാൻ റഹീം. എന്റെ ആ റബ്ബ് അവൻ കരുണുള്ളവനാണ്, ദയാവാരിധിയാണ്. നാലാമത്തത് പറയുന്നത് മാലിക് യൗമുദ്ദീൻ. ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തിൽ മനുഷ്യ നീ ചെയ്ത നന്മകൾക്ക് മുഴുവൻ പ്രതിഫലം നൽകപ്പെടുന്ന, നീ ചെയ്ത തിന്മകൾക്ക് ഒന്നുകിൽ പുറത്തു തരുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി നന്മകൾക്ക് വേണ്ടി നീ ഒരുങ്ങിക്കൊള്ളുക എന്ന സന്ദേശം മനുഷ്യനെ പഠിപ്പിക്കുന്നതിനുള്ള മാലിക് യൗമുദ്ദീൻ എന്ന വാക്ക് ഉച്ചരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റുണ്ടാവോ ഇല്ലയോ അദ്ദേഹം പറയട്ടെ. വീണ്ടും അടുത്തതായിട്ട് അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്റെ റബ്ബിനെ മാത്രം ഞാൻ ആരാധിക്കുന്നു, അല്ലാഹ് നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ഇവിടെ സകല തരത്തിലുള്ള മധ്യവർത്തി ചൂഷണങ്ങൾ, ആത്മീയ ചൂഷണങ്ങളെ എല്ലാം ഖുർആൻ കടപുഴക്കിയിരിക്കുകയാണ്, അടിവേരിൽ കൊണ്ട് വെട്ടിക്കളയുകയാണ് ഖുർആൻ. അല്ലാഹു മാത്രം, സൃഷ്ടാവായ ഏകനായ ആ ഒരുവൻ മാത്രം നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരു സ്ഥലത്തും ഒരാളെയും മധ്യവർത്തിയായി സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല. നേർക്ക് നേരെ നിങ്ങൾക്ക് ആ ദൈവത്തിനോട്, ആ സൃഷ്ടാവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഇതിലൂടെ ഒരുപാട് ചൂഷണങ്ങൾ അതിലൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യർക്ക് ഉപകാരമുണ്ടോ ഇല്ലയോ അദ്ദേഹം പറയട്ടെ. പിന്നീട് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൃഷ്ടാവായ റബ്ബേ, ഞങ്ങളെ ഏറ്റവും ചൊവ്വായ ശരിയായ വഴിയിൽ ഞങ്ങളെ നീ നടത്തേണമേ. പിന്നെ ഖുർആൻ പറയുന്നത് ആ വഴി ഏതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച വഴിയാണത്, നിന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകളുടെ വഴിയാണത്, നിന്റെ ഇഷ്ടം ലഭിച്ച സജ്ജനങ്ങളായ ആളുകളുടെ വഴിയാണത്. ആ വഴിയിൽ ഞങ്ങൾ നടത്തണം, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം, സജ്ജനങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണം. പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന അല്ല, നിന്റെ കോപം പതിക്കുന്ന ആളുകളുടെ ആ വഴിയിലല്ല ഞങ്ങൾ നടത്തേണ്ടത്, പിഴച്ചുപോയ ആളുകളുടെ വഴിയിലുമല്ല നടത്തേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മുസ്ലിം അവന്റെ വിശുദ്ധമായ പരിശുദ്ധമായ വേദങ്ങളുടെ ഖുർആൻ ആരംഭിക്കുന്നു. മനുഷ്യർക്ക് ഇതിന് ഉപകാരമുണ്ടോ ഇല്ലയോ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചു നോക്കൂ. ഇനി നോക്കൂ, അത് കഴിഞ്ഞ് ഒന്നാം അധ്യായം കഴിഞ്ഞു. രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തുൽ ബഖറയിൽ അദ്ദേഹം ചോദിച്ചതിനുള്ള സമാധാനം, അതിനുള്ള മറുപടി വളരെ ശാന്തമായി. ഈ സൂറത്തുൽ ബഖറ മാത്രം വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായത്തിലെ ഏതാനും വചനങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ മുമ്പിൽ, അല്ല ലോകത്തിന്റെ മുമ്പിൽ, ഈ ഖുർആനിലെ എന്തുണ്ട് ഖുർആനിൽ നന്മയായിട്ട് എന്ന് അന്വേഷിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ മുമ്പിലും ഈ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ രണ്ടാം അധ്യായത്തിൽ മാത്രം പറഞ്ഞ മനുഷ്യൻ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ, മനുഷ്യനെ നന്നാക്കുന്ന കാര്യങ്ങൾ, സഹജീവികളോട് സ്നേഹവും വാത്സല്യവും ദയവും ഉണ്ടാക്കുന്നവനായ ചിന്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണോ ഖുർആൻ പറയുന്നത്? ആലോചിക്കുക. ഖുർആൻ അവിടെ വിശ്വാസികളുടെ, ഖുർആനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഗുണമായി പറയുകയാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യമായ പല കാര്യങ്ങളും വിശ്വസിക്കുന്നവരാണ്. യുഖീമൂനസ് സ്വലാ. അവർ നമസ്കാരം, പ്രാർത്ഥന അത് മുറ പോലെ നിർവഹിക്കുന്നവരാണ്. അത് മാത്രമല്ല വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരാണവർ. അവർ പിശുക്കന്മാരല്ല, സ്വാർത്ഥന്മാരല്ല, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നവരല്ല ഖുർആനിന്റെ അനുയായികൾ. മറിച്ച് നാം നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. അദ്ദേഹം പറയണം, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണോ ഇത്? ഇത് വെറുതെ പറയുക മാത്രമല്ല, ഈ കാര്യങ്ങളൊന്നും വെറുതെ പറയുക മാത്രമല്ല, മറിച്ച് അതിൽ വിശ്വസിക്കുന്ന തലമുറകൾ ഇവിടെയുണ്ട്. കോടാനുകോടി ആളുകൾ ഇവിടെയുണ്ട് അതിൽ വിശ്വസിക്കുന്ന, അത് ആദർശമായി നിലപാടായി സ്വീകരിച്ച
കോടാനുകോടി ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ 25-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ ഖുർആൻ പറയുന്നത് നീ സന്തോഷ വർത്തമാനങ്ങൾ നൽകണം, സന്തോഷ വാർത്ത നീ അറിയിക്കണം. ഒരു മനുഷ്യന്റെ പൊതുവായ സംഭാഷണ രീതിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കണം, സന്തോഷം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയണം. ഇത് ഖുർആൻ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണോ? ആർക്കാണ് സന്തോഷമുള്ള കാര്യം പറയേണ്ടത്? അല്ലദീന ആമനു, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. വെറുതെ കർമ്മങ്ങളല്ല, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ജനങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം, ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിന്റെ അനുയായികളെ ഉദ്ബോധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മൂന്നാമതായിട്ട് സൂറത്തുൽ ബഖറ വീണ്ടും പറഞ്ഞു വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വർക്കഉ മഅർ റാകിഈൻ. മൂന്ന് കാര്യങ്ങൾ ഈ ആയത്തിലുണ്ട്. വഅഖീമുസ് സ്വലാ, നീ പ്രാർത്ഥന അത് കൃത്യമായി അത് നിലനിർത്തുക, നമസ്കാരം അത് കൃത്യമായി നിലനിർത്തുക. അതിലൂടെ ഒരു വ്യക്തിക്ക് മാനസികമായ ശുദ്ധിയും ശാരീരികമായ വുളൂ കൊണ്ടുള്ള അംഗസ്നാനം കൊണ്ടുള്ള ശാരീരികമായ ശുദ്ധിയും ഇസ്ലാം നിർവഹിക്കാൻ പറയുന്ന തരത്തിലുള്ള ആരാധനയിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നുണ്ട്. രണ്ട്, ഖുർആനോട് പറഞ്ഞത് വആതു സകാത്ത, നേരത്തെ പറഞ്ഞത് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം എന്നതിന് പുറമെയാണ് ഖുർആൻ പറഞ്ഞത് വആതു സകാത്ത, നിങ്ങൾ സകാത്തും നിങ്ങൾ നൽകണം. നേരത്തെ പറഞ്ഞ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് പുറമെ നിശ്ചിതമായ സമ്പത്ത് വരുമാനമുള്ള ആളുകൾ അവർ നിശ്ചിതമായ അവരുടെ വർഷത്തിൽ 2.5% നിർബന്ധമായും അവരെന്ത് ചെയ്യണം? സാധു ജനങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. വആതു സകാത്ത, ഇങ്ങനെ ഒരു നിർദ്ദേശം ഇവിടെ ഉണ്ട്. 2.5% നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ദാനം ചെയ്യണം എന്ന് യുക്തിവാദികൾക്ക് അങ്ങനെ നയമുണ്ട്. അങ്ങനെ നയമുണ്ടാക്കിയാൽ തന്നെ ഇനിയിപ്പോ ഖുർആനിനെ കോപ്പി അടിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങളൊരു യുക്തിവാദി സംഘം തീരുമാനിക്കുകയാണ്, നമ്മൾ ഇനി മുതൽ വർഷത്തിൽ 2.5% ഞങ്ങളുടെ വാർഷിക വരുമാനം കണക്കാക്കിയിട്ട് അത് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് യുക്തിവാദികളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കേൾക്കുമോ? വെറുതെ നിയമങ്ങൾ ഇങ്ങനെ നമ്മൾ പാസ്സാക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇത് ചെയ്യുന്ന ആളുകളെ ഇങ്ങോട്ട് വരൂ, മുസ്ലിം സംഘടനകളിലേക്ക് വരൂ, മഹല്ലുകളിലേക്ക് വരൂ, ഞങ്ങൾ കാണിച്ചു തരാം. പാവങ്ങളെ സഹായിക്കുന്ന, അവർക്ക് വേണ്ടി നമ്മൾ അവനവൻ അധ്വാനിച്ച വിശ്വാസിനികൾ അധ്വാനിച്ചുണ്ടാക്കിയ വേർപ്പെടുത്തി ഉണ്ടാക്കിയ ആ സമ്പാദ്യം മറ്റുള്ളവർക്ക് വെറുതെ മനസ്സറിഞ്ഞുകൊണ്ട് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വിശുദ്ധ ഖുർആനിന് കഴിഞ്ഞു. യുക്തിവാദി സമൂഹമേ, സഹോദരങ്ങളെ, ബുദ്ധിയുള്ളവരെ, നിങ്ങളെ കൊണ്ട് എന്ത് കഴിഞ്ഞു? ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ കഴിഞ്ഞു? അങ്ങനെ ഒരു തത്വശാസ്ത്രം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ആദർശമോ അങ്ങനെ ഒരു ഗ്രന്ഥമോ നിങ്ങൾക്ക്, അങ്ങനെ ഒരു അടിസ്ഥാനപരമായ രേഖ നിങ്ങൾക്കുണ്ടോ? മനസ്സിലാക്കണം. ഇവിടെ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ആവശ്യമാണോ അവിടെ എല്ലാം ഖുർആൻ ഇടപെട്ടിട്ടുണ്ട്. ഖുർആൻ ഇടപെടാത്ത ഒരു മേഖലയുമില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഖുർആൻ പഠിപ്പിച്ചു, സൂറത്തുൽ ബഖറ തന്നെ പഠിപ്പിച്ചു, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമ കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ സഹായിക്കേണ്ടതാണ്. നിങ്ങൾ ക്ഷമയില്ലാത്തവരായി മാറരുത്, ദേഷ്യത്തിന്റെ ആളുകളായി മാറരുത്, കോപത്തിന്റെ ആളുകളായി മാറരുത്, വിദ്വേഷത്തിന്റെ ആളുകളായി മാറരുത്, പകയുടെ ആളുകളായി മാറരുത്, തിരിച്ചടിയുടെ ആളുകളായി മാറരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് നിങ്ങൾ എന്ത്, ഈ സബ്ർ എന്ന വാക്ക് മാത്രം, അതിന് തത്തുല്യമായ പര്യായ പദങ്ങൾ വേറൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സബ്ർ എന്ന പദം മാത്രം ഏകദേശം 103 പ്രാവശ്യം വിശുദ്ധമായ ഖുർആനിൽ ആവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മ നിരതമായി കൊണ്ടേയിരിക്കണം. ഒരു മുസ്ലിമിന്റെ ജീവിതം കർമ്മനിരതമായി കൊണ്ടേയിരിക്കണം. അവനും അവന്റെ കുടുംബത്തിനും അയൽവാസികൾക്കും ആടിനും നാട്ടാർക്കും മരങ്ങൾക്കും കിളികൾക്കും പറവകൾക്കും വരെ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന വാചകം ഖുർആനിൽ ഏകദേശം 300 പ്രാവശ്യം ഒരു മനുഷ്യൻ, ഖുർആൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് 300 പ്രാവശ്യം വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നിസ്സാരമായ കാര്യമാണ്. അത് മാത്രമല്ല,
വർഗീയതക്ക് സ്ഥാനമില്ല. ഈ വിശുദ്ധമായ ഖുർആനിൽ വർഗീയതക്ക് സ്ഥാനമില്ല. മോക്ഷം എന്ന് പറയുന്നത്, പുണ്യം എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും വർഗത്തിനോ ഏതെങ്കിലും ജാതിക്കോ മാത്രമായിട്ട് അത് റിസർവേഷൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമായിട്ടാണ് പലരും ഇവിടെ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം, ഞങ്ങളുടെ ജാതിയിലുള്ള ആളുകൾക്ക് മാത്രം, ഞങ്ങളുടെ വർഗത്തിലുള്ള ആളുകൾക്ക് മാത്രം. ഇതിനെല്ലാം കടവേര് ഉഴക്കിക്കൊണ്ട് വെട്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ആമനു, വിശ്വാസികളാകട്ടെ, വല്ലദീന ഹാദു, ജൂതന്മാരാകട്ടെ, വന്നസാറ, നസറാക്കളാകട്ടെ, വസ്വാബീങ്ങളാകട്ടെ, മൻ, ആരായാലും, ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ വിശ്വസിച്ചു, അവന്റെ റബ്ബിനെ അവർ വിശ്വസിച്ചു, ഖിയാമത്ത് നാളിൽ വിശ്വസിച്ചു, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അവർ ചെയ്തു എങ്കിൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പ്രതിഫലമുണ്ട്, അവരുടെ റബ്ബിന്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട്, അവരത് ഭയക്കേണ്ടതില്ല, അവർ പേടിക്കേണ്ടതില്ല. എങ്ങനെ? ജാതീയതയുടെ വേര് വിശുദ്ധ ഖുർആൻ വെട്ടിക്കളഞ്ഞു. വർഗീയതയുടെ വേര്, വർഗത്തിന്റെ വേര്, വർഗ സംരക്ഷണത്തിന്റെ വേര്, ഞങ്ങളുടെ വർഗത്തിൽ മാത്രമുള്ളവർക്കാണ് സ്വർഗം, ഞങ്ങളുടെ വർഗത്തിൽ പിറന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് സ്വർഗം, ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണ് സ്വർഗവും മോക്ഷവും എന്ന വർഗീയതയുടെ അടിവേര് വിശുദ്ധമായ ഖുർആൻ വെട്ടിക്കളഞ്ഞത് അവിടെ എവിടെ കാണാൻ പറ്റും? ബഖറയിലെ കാര്യം മാത്രം പറയുന്നു. സൂറത്തുൽ ബഖറയിലും തന്നെ 62-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഇനിയും അദ്ദേഹം കേൾക്കണം. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞു, വഇദ അഖദനാ മീസാഖ ബനി ഇസ്രായീൽ, ബനി ഇസ്രായേലിനോട് ഞാൻ ദൃഢമായ പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പ്രതിജ്ഞ? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ മതി. അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ. വേറെ ഒന്നിനെയും നിങ്ങൾ തേടി നടക്കേണ്ട ആവശ്യമില്ല. മറ്റെല്ലാം ചൂഷണങ്ങളാണ്. കല്ലും മരവും ജാരവും പുണ്യപുഷ്പങ്ങളും ഔലിയയും അല്ലാത്തൊരു വ്യക്ത ചൂഷണങ്ങളാണ്. ആ ചൂഷണത്തിന്റെ പിന്നാലെ നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ പോകേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ മതി. ഇത് ഏറ്റവും വലിയ വിമോചനമാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരോട്, വാപ്പമാരോട്, മാതാപിതാക്കളോട് നന്മ നിങ്ങൾ ചെയ്യണം. ആര് പറഞ്ഞു? നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളുകളോട്, അത് ബന്ധുക്കളാകട്ടെ അല്ലാത്തവരാകട്ടെ, നിങ്ങൾ നന്മ ചെയ്യണം. അനാഥകൾക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. മിസ്കീനുകൾക്ക്, പാവങ്ങൾക്ക്, ദരിദ്രർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. മൊത്തം ജനങ്ങളോടും നല്ലത് മാത്രമേ നിങ്ങൾ പറയാവൂ. മൊത്തം ജനങ്ങളോട് നല്ല വർത്തമാനങ്ങൾ നിങ്ങൾ പറയണം. നമസ്കാര പ്രാർത്ഥന അത് നിലനിർത്തണം. അത് നിങ്ങൾ കൊടുക്കണം. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ നന്മകളാണ്. ഒന്നിന് പകരം 1000 വരികൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും ഖുർആൻ പറഞ്ഞു, രക്തം, മനുഷ്യന്റെ രക്തം എന്ന് പറയുന്നത് അത് പവിത്രമാണ്. മുസ്ലിമിന്റെ രക്തം മാത്രമല്ല, അറബികളുടെ രക്തം മാത്രമല്ല, പിന്നെ കുടുംബക്കാരുടെ രക്തം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ രക്തം. നിങ്ങളോട് ദൃഢമായ പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ രക്തം നിങ്ങൾ ചിന്തരുത്, രക്തം ചിന്തരുത്, അത് പവിത്രമാണ്. അത് മാത്രമല്ല, ഒരാളെയും അവന്റെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്. ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ കോളനിവൽക്കരണം, പിടിച്ചെടുക്കൽ, അവനവന്റെ സ്വന്തം വീടുകളിൽ നിന്ന് ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് തകർത്തുകൊണ്ട് ആളുകളെ, പാവങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അത് തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ലോകമെമ്പാടും സാമ്രാജ്യത്വ ശക്തികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു, ഒരാളെയും അവന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കരുത്, ഒരാളുടെ ഭവനത്തിൽ നിന്ന് അവരെ നിങ്ങൾ പുറത്താക്കരുത്. ഇത് ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 84-ാമത്തെ ആയത്തിൽ പറഞ്ഞു. പിന്നീട് ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? നിരാശപ്പെടേണ്ടതില്ല, നിരാശനാവേണ്ടതില്ല. നിരാശയ്ക്ക് പകരം ആവേണ്ട നിങ്ങൾ ആത്മവിശ്വാസത്തോടെ കൂടി നിങ്ങൾ ജീവിക്കുക എന്ന് ഖുർആൻ പറഞ്ഞു. നാളെ നിങ്ങൾക്ക് വരാനുണ്ട്, വന്നതും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട്, ചൂട് കൊണ്ട്, പട്ടിണി കൊണ്ട്, വിഭവങ്ങളുടെയും മനുഷ്യരുടെയും സമ്പത്തിന്റെയും ഉറവ് കൊണ്ടെല്ലാം നിങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ
എന്ത് ചെയ്യണം? ഫബശ്ശിരി സ്വാബിരീൻ, സന്തോഷവാർത്ത അറിയിക്കുക, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാൻ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഒരു വിപത്ത് അവരെ ബാധിച്ചു കഴിഞ്ഞാൽ കാലു, നിങ്ങൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റേതാണ്, അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ദുനിയാവിലെ നഷ്ടങ്ങൾ താൽക്കാലികമായ നഷ്ടങ്ങളാണ്, താൽക്കാലികമായ ജീവിതമാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ ഖുർആൻ അതിന്റെ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. ഒരു യുക്തിവാദി എന്ത് ചെയ്യും? അവന്റെ വാപ്പ മരിച്ചു, അച്ഛൻ മരിച്ചു, മകൻ മരിച്ചു, അച്ഛനൂത്തിണ്ടായ മോനാണ്, ആക്സിഡന്റിൽ മരിച്ചു, എന്ത് ചെയ്യും ഒരു യുക്തിവാദി? മകൾ മരിച്ചു, ഭാര്യ മരിച്ചു, സ്വത്ത് നഷ്ടപ്പെട്ടു, ജീവിത നൈരാശ്യം ബാധിച്ചു, എന്ത് ചെയ്യും ഒരു വിശ്വാസി? മറുപടി പറയാം. ഒരു യുക്തിവാദി എന്ത് ചെയ്യേണ്ടതുണ്ട്? എന്താണ് ഇവിടെ അവന്റെ മുമ്പിൽ? ആത്മഹത്യയില്ലാതെ എന്താണ് അവർക്ക് ധൈര്യം കൊടുക്കുന്നത്? സൃഷ്ടാവ് അവിടെ എന്റെ കാര്യങ്ങൾ നാളെ ശരിയാക്കി തരും എന്ന ആത്മവിശ്വാസത്തോടെ കൂടി ജീവിക്കാൻ അത് ശരിയാക്കി നൽകും, അതിനുള്ള കഴിവ് ഉള്ളത് സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം ഇവിടെ. ഈ വിശ്വാസമില്ലാത്തവർ, അല്ലാഹു വിശ്വാസമില്ലാത്തവർ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർ, ദൈവം എന്നെ കാണുന്നുണ്ട്, സൃഷ്ടാവ് എന്നെ കാണുന്നുണ്ട്, അവൻ നാളെ ഇടപെടുക തന്നെ ചെയ്യും, എന്റെ പ്രയാസത്തിന് പകരം നാളെ എളുപ്പം നൽകും, സന്തോഷമുള്ള ഒരു ജീവിതം എനിക്ക് നൽകും എന്ന ആത്മവിശ്വാസമില്ലാത്ത ഒരു യുക്തിവാദി എന്ത് മറുപടി എന്ന് പറയാം? ലഹരിയിലേക്ക് പോകും, അരാജകത്വങ്ങളിലേക്ക് പോകും, മയക്കുമരുന്നുകളിലേക്ക് പോകും, സാമൂഹിക ദ്രോഹിയായി മാറും, സമൂഹത്തോട് ഉത്തരവാദിത്തമില്ലാത്തവരായി. എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഭരണകൂടമാണ്, എന്റെ മന്ത്രിയാണ്, വീട്ടുകാരാണ്, നാട്ടുകാരാണ്. അതുകൊണ്ട് അവരാരും സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടതില്ല, എന്നെ കൊണ്ട് പരമാവധി ദ്രോഹം ഞാൻ അവർക്ക് ചെയ്യും എന്ന യുക്തിയല്ലേ അവരുണ്ടാവാം. അവനെ അത് പാടില്ല. എന്ന് പഠിപ്പിച്ചു വിശുദ്ധമായ ഖുർആൻ. ആ പൂമതിയോ സഹോദര യുക്തിവാദിയായ നേതാവിനോട് ചോദിക്കുന്നു. അതാണ് ഇത് ഖുർആൻ പറഞ്ഞു, മനുഷ്യന്റെ ഭക്ഷണത്തിൽ ഇടപെടുന്നു വിശുദ്ധ ഖുർആൻ. എന്തായിരിക്കണം നിങ്ങളുടെ ഭക്ഷണം? വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ നൽകിയതിൽ നിന്ന് ത്വയ്യിബായത്, ശുദ്ധമായത് വേണം നിങ്ങൾ കഴിക്കാൻ. അങ്ങനെ ഒരു നിർദ്ദേശം യുക്തിവാദിക്ക് കൊടുക്കാൻ ആരെങ്കിലുണ്ടോ? എന്ത് കഴിക്കാം, എന്തും തിന്നാം, എന്ത് തിന്നതും എന്തും തിന്നാം, എന്തും തീറ്റിക്കാം. അവന്റെ ഹോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാഭമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ അത് പെരിച്ചാഴിയായിരിക്കാം, അല്ലെങ്കിൽ നായയായിരിക്കാം, അത് ചത്തതായിരിക്കാം, പലതുമായിരിക്കാം. ആളുകൾക്ക് കൊടുത്ത് പണമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ നാളെ എന്നോട് ചോദിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ലത് തിന്നണം, എന്റെ മക്കൾക്ക് നല്ലത് കൊടുക്കണം, എന്റെ വീട്ടിൽ വരുന്ന, എന്റെ ഹോട്ടലിൽ വരുന്ന, എന്റെ സ്ഥാപനത്തിൽ വരുന്നവർക്ക് നല്ലത് കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല വെള്ളം കൊടുക്കണം എന്ന ഒരു ചിന്ത യുക്തിവാദിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഒരു യുക്തിവാദിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഭക്ഷണത്തിൽ ഖുർആൻ ഇടപെട്ടു. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ അത്ഭുതകരമായ ഒരു വാക്കുണ്ട്, ഒരു വചനമുണ്ട്, 177-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ തന്നെ. അവിടെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക, അതിലല്ല പുണ്യമുള്ളത്. പുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരല്ലാഹുവിനെ വിശ്വസിക്കണം, ഖിയാമത്ത് നാളിൽ വിശ്വസിക്കണം, മലക്കുകളിൽ അവർ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. ഈ വിശ്വാസത്തിന്റെ ഫലമായി ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ എന്താണ്? താനുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക് എന്ത് കൊടുക്കണം? അത് നിന്റെ സമ്പത്തിന് കൊടുക്കണം, നിന്റെ സമ്പത്തിന് കൊടുക്കണം. അവർക്ക് മാത്രം മതി പോയാ. അനാഥർക്ക്, ആരുമില്ലാത്തവർക്ക്, ആരും ചോദിക്കാനില്ലാത്തവരുടെ കൂടെ നീ നിൽക്കണം. പാവങ്ങളുടെ കൂടെ നീ നിൽക്കണം. വഴിയാത്രക്കാരന്റെ കൂടെ നീ നിൽക്കണം. നിന്നോട് ചോദിക്കുന്നവന്റെ കൂടെ നീ നിൽക്കണം. പാവങ്ങളെ അവരുടെ ബന്ധനസ്ഥലത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നീ നിൽക്കണം. അത് മാത്രമല്ല, നമസ്കാരം പോലെ നിർവഹിക്കണം, സകാത്ത് നീ കൊടുക്കണം. ജനങ്ങളോട് കരാറ് ചെയ്താൽ, വാഗ്ദത്തം ചെയ്താൽ അത് പാലിക്കണം. അത് മാത്രമല്ല, ജീവിതത്തിന്റെ പല പല മേഖലകളിൽ നീ ക്ഷമയുള്ളവനായി മാറണം. ആര് പഠിപ്പിച്ചു? യുക്തിവാദികളെന്നല്ല. ഇതൊക്കെ എവിടെ നിന്നാണ് വായിക്കുന്നത്? വിശുദ്ധമായ ഖുർആനിൽ നിന്നാണ് വായിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകമായി ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞു, ഒരു തത്വമായിട്ട് പഠിപ്പിച്ചു.
ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? അത് കുടുംബ ജീവിതത്തിന്റെ അടിത്തറ ഖുർആൻ പഠിപ്പിച്ചു. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്, അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്. വസ്ത്രം പോലെ അഭിമാന സംരക്ഷണമായിരിക്കണം ഭാര്യയും ഭർത്താവും. വസ്ത്രം പോലെ ന്യൂനതകൾ മറച്ചു വെക്കാനുള്ളതാണ് ഭക്ഷണം, ചൂട് തടുക്കാനുള്ളതാണ് വസ്ത്രം, അതേപോലെ തന്നെ തണുപ്പ് തടുക്കാനുള്ളതാണ് വസ്ത്രം, നാണം മറക്കാനുള്ളതാണ്, വ്യക്തിത്വമാണ്, അങ്ങനെ പലതുമാണ്. ഒരു മനുഷ്യന്റെ വസ്ത്രം പോലെയാണ് പെണ്ണിനെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന്റെ ഭാര്യ. സുന്ദരമായി വിശുദ്ധമായ ഖുർആൻ ആ വിഷയം അവതരിപ്പിച്ചു. ആണിന് പെണ്ണും പെണ്ണിനാണും തുണയായി, പരസ്പരം മാനമായി, അഭിമാനമായി, സംരക്ഷണമായി ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ ഇതിലും നല്ലൊരു വാചകം ലോകത്തിലൊരു മനുഷ്യനും ഉണ്ടാകുക സാധ്യമല്ല. ഖുർആൻ വേറൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, 223-ാമത്തെ ആയത്തിൽ സൂറത്തുൽ ബഖറ തന്നെ പറഞ്ഞു, നിസാഉക്കും ഹർസുൻ ലക്കും. നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ അത് ഹർസുൻ ലക്കും, നിങ്ങളുടെ കൃഷിയുടെ പോലെയാണ്. ഒരു കൃഷി, ആ കൃഷിക്കാരൻ, ആ കർഷകൻ ആയിട്ടുള്ള മനുഷ്യൻ തന്റെ കൃഷിയിടത്തെ എത്ര പൊന്നുപോലെ പരിപാലിക്കും, എത്ര സ്നേഹത്തോടെ പരിപാലിക്കും ആ കർഷകന്. ആ കൃഷിയിടത്തോട് ഉണ്ടാകുന്ന മാനസികമായ അറ്റാച്ച്മെന്റ്, മാനസികമായ തന്റെ കൃഷി അത് മറ്റാരും കൊണ്ടുപോകാതിരിക്കാൻ, അത് നശിപ്പിക്കപ്പെടാതിരിക്കാൻ, അതിൽ നല്ല വിളവുണ്ടാകുന്നതിന് വേണ്ടി, നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആ പൊന്നു പോലെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു കർഷകൻ തന്റെ കൃഷിയിടത്തെ നോക്കുന്നത് പോലെ വേണം ഒരു ഭാര്യയെ ഭർത്താവ് നോക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇതിലൂടെ പഠിപ്പിച്ചു. നിസാഉക്കും ഹർസുൻ ലക്കും. നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കൃഷിയുടെ പോലെയാണ്. ആ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തു കൊള്ളുക, പോയിക്കൊള്ളുക. എന്നിട്ട് എന്താണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ആ കൃഷിയിടത്തിൽ നിന്ന് എന്താണ് നിങ്ങൾ നേടേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി നന്മ സമ്പാദിക്കുക. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് നാളെ ഒരു ദിവസം വരാനുണ്ട്, സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുന്ന ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് കാണിക്കുക എന്ന് അർത്ഥം. അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഭാര്യമാരുടെ, പെൺമക്കളുടെ കാര്യത്തിൽ, ഉമ്മമാരുടെ കാര്യത്തിൽ, സഹോദരിമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന കാര്യം നിങ്ങൾ അറിയണം. അത്തരം മുഅ്മിനീങ്ങൾക്ക് സന്തോഷം അറിയിക്കാം. എവിടെയുണ്ട്? ഖുർആനിലുള്ളതാ. എവിടെയുണ്ട്? സൂറത്തുൽ ബഖറയിലുള്ളതാ. അതുപോലെ തന്നെ ഖുർആൻ വീണ്ടും പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും അത് വേർപിരിയേണ്ടവരല്ല, ഒരുമിച്ച് ജീവിക്കേണ്ടവരാണവർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്നുള്ളത് അത് ത്വലാഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു. ഇനി അത്തരമൊരു അവസ്ഥ വന്നാൽ പോലും ഖുർആൻ പറഞ്ഞത് എന്താണ്? അത്വലാഖു മർറതാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫഇൻസാകും ബിമഅറൂഫ്. നിങ്ങൾ ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ ജീവിക്കാം, അതാണ് ഖൈറ്. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നല്ല നിലക്ക് ജീവിതം അവസാനിപ്പിക്കണം. തല്ലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യട്ടെ തോന്നിയാസം പറഞ്ഞ് വെട്ടിമുറിച്ച് അവസാനിപ്പിക്കലല്ല, കൈകൊടുത്ത് അവസാനിപ്പിക്കണം നല്ല നിലക്ക്. എന്ത്? വിവാഹമോചനം പാടില്ല. അത് അങ്ങേയറ്റം അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതിന് ഒരുപാട് കടമ്പകൾ ഖുർആൻ വെച്ചിട്ടുണ്ട്, ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ കടമ്പകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും സാധ്യമാവില്ല എന്ന് പല നിലക്ക് ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിരിയാം. അതും എങ്ങനെ? നന്മയോടുകൂടി. താമത്തല്ലി പിരിയലല്ല, നന്മയോടുകൂടെ. ഇതാരുടെ ഖുർആനല്ലാത്ത ലോകത്ത് ഏത് ഗ്രന്ഥത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യനെ മുഴുവൻ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ വിശുദ്ധ ഖുർആനിലല്ലാതെ സഹോദരങ്ങളെ, യുക്തിവാദികളെ എവിടെ കാണാൻ പറ്റും? എന്നിട്ട് ഖുർആൻ പറഞ്ഞു, പെണ്ണിനൊരു അവകാശം ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടത്തിൽ, പെണ്ണ് ഒരു സംഭവമേ അല്ലാതിരുന്ന കാലഘട്ടത്തിൽ, പെണ്ണിന് ഒരു നിലയും വിലയുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽമഅറൂഫ്. നിങ്ങൾക്ക് അവരോട് ബാധ്യത, അവർക്ക് നിങ്ങളോട് ബാധ്യത ഉള്ളതുപോലെ നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക്, പുരുഷന്മാർക്ക് അവരോടും ബാധ്യതകളുണ്ട്. അവർക്കും അവകാശമുണ്ട്. നിങ്ങൾക്ക് അവകാശമുള്ളത് പോലെ അവരുടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവകാശമുള്ള
എന്നതുപോലെ അവർക്ക് നിങ്ങളുടെ പല കാര്യങ്ങളിലും ഇടപെടാൻ അവകാശമുണ്ട് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത് ഇന്നലല്ല പ്രഖ്യാപിച്ചത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. നമ്മുടെ നാട്ടില് പെണ്ണ് നേരെ ചൊവ്വ തുണി എടുക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലം പോലായിട്ടില്ല. നേരെ ചൊവ്വ പെണ്ണിന്റെ വാലം മറക്കാൻ കഴിഞ്ഞിട്ട് 100 കൊല്ലം പോലും ഈ ആധുനിക ലോകത്തായിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് ഖുർആൻ പറയുന്നത് പെണ്ണിന് അവകാശമുണ്ട് ഭർത്താവിന്റെ കാര്യത്തിൽ നിലപാടെടുക്കാൻ. അവരുടെ മതപരമായ കാര്യം, അവരുടെ വസ്ത്രപരമായ കാര്യം, അവരുടെ വ്യക്തിത്വപരമായ കാര്യം, അവരുടെ മക്കളെ വളർത്തുന്നതിന്, സാമ്പത്തികമായ കാര്യങ്ങളിൽ, എല്ലാത്തിലും ജീവിതത്തിൽ തുല്യമായ പങ്ക് പെണ്ണിന് അവകാശമുണ്ട് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു ഗ്രന്ഥത്തെ ലോകത്ത് കാണിച്ചു തരാൻ സാധിക്കുമോ സഹോദരങ്ങളെ? ചോദിക്കണം, ജനങ്ങളോട് ചോദിക്കണം, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇനി നിങ്ങൾ നോക്കൂ, ജനങ്ങളുടെ ജീവൻ അത് പ്രധാനമാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ അലയ വിശ്വാസികളെ പ്രതിക്രിയ അത് നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കിയിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അതെന്താ? ആണിനെയും പെണ്ണിന് പകരം പെണ്ണിനെയും അടിമക്ക് പകരം അടിമയെയും. എന്നിട്ട് എന്തിനാ കൊല്ലപ്പെടുന്ന മലയാളികളെ സുരക്ഷിതമായി നാട്ടിലിങ്ങനെ അലയാൻ വിടരുത്, കൊലയാളികളെ അലയാൻ വിടരുത്. ഇവിടെ കൊലയാളികൾക്ക് വേണ്ടി വാദിക്കുന്ന സമൂഹമാണ് ആധുനിക സമൂഹം. ഖുർആനതല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്, കൊലയാളികൾക്ക് വേണ്ടിയാണ്. ഒരാളെ വധിക്കുന്നതിലൂടെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ഒരുപാട് കുടുംബങ്ങളും ആളുകളും രക്ഷപ്പെടുമെങ്കിൽ അയാളെ കൊല ചെയ്യേണ്ടതുണ്ട്, അയാളെ പ്രതിക്രിയക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന സുന്ദരമായ കൃത്യമായ നിർദ്ദേശങ്ങൾ. നമ്മുടെ നാട്ടിലേക്ക് എന്താണ് അവസ്ഥ? ബലാത്സംഗങ്ങൾ ചെയ്ത പ്രതികള് നല്ല മാമുക്കോയാനെ പോലെ ഇന്ദ്രൻസിനെ പോലെ ഇരുന്ന ആളുകള് ജയിലിൽ പോയി 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞിട്ട് മമ്മൂട്ടിനെ പോലെ ഇറങ്ങി നല്ല സുന്ദര കുട്ടപ്പനായി ചിക്കനും മട്ടനും തിന്ന് കൊഴുത്ത് കുടിച്ച് തടിച്ചവനായി ഏറ്റവും വലിയ ക്രിമിനലായി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ആധുനിക ലോകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ നടക്കുക. ജനങ്ങളുടെ ജീവൻ സ്വത്തിനും വിലയുണ്ട്. ഒരു പെണ്ണിനെയും ഒരു കുട്ടിയെയും ഒരു ആണിനെയും തൊടാൻ ഇസ്ലാം സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ അതവിടെ നടപ്പിലാക്കി, വിശ്വാസം നടപ്പിലാക്കി. എന്നിട്ട് ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ മനുഷ്യന്മാരെ മനസ്സിലാക്കൂ, ജീവിതമുണ്ട്, മറ്റുള്ളവർക്ക് ജീവിതമുണ്ട്, ജീവിക്കാനുള്ള കാര്യമുണ്ട്. അവിടെ മനുഷ്യന്റെ ജീവൻ, ഇനി മനുഷ്യന്മാരുടെ സമ്പത്ത് കവരാൻ പാടില്ല, അത് അവന്റെ അർഹതല്ലാതെ എടുക്കാൻ പാടില്ല. നിങ്ങൾ ജനങ്ങളുടെ സമ്പത്ത് ബാത്തിലായിക്കൊണ്ട് അനർഹമായിക്കൊണ്ട് എടുക്കരുത്. ഇത് ബഖറയിൽ തന്നെ ഒരു സൂറത്തിൽ മാത്രം പറയുന്ന മനുഷ്യാവകാശങ്ങൾ മാത്രം പറയും. ഖുർആൻ മുഴുവനുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഒരൊറ്റ സൂറത്തിൽ മാത്രമാണ് ഇത്രയധികം മനുഷ്യന്റെ കുലത്തിന് ആവശ്യവും അനിവാര്യവുമായ കാര്യങ്ങൾ ഖുർആൻ പറയുന്നത്. ഇനി യുദ്ധരംഗത്ത് അവിടെ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ തലങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. നടക്കാത്ത കാര്യം പറഞ്ഞിട്ടില്ല. ഒരു സമൂഹം എന്തിനാണ് ഈ രാജ്യങ്ങൾ ആയുധങ്ങൾ വെച്ച് കൂട്ടുന്നത്? മറ്റുള്ളവരെ കൊല്ലാനല്ല, മറിച്ച് അവനവന്റെ നിലനിൽപ്പിനാണ്. യുദ്ധങ്ങൾ ഉണ്ടാവൂല, ആയുധങ്ങൾ ഉണ്ടെങ്കിൽ യുദ്ധങ്ങൾ ഉണ്ടാവൂല. അതിനു വേണ്ടിയിട്ടാണ് അവർ ആയുധ സജ്ജരായി മാറുന്നത്. ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് നിങ്ങൾ അങ്ങോട്ടും യുദ്ധം ചെയ്ത് കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. പക്ഷേ അവിടെയും ഖുർആൻ പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് കാണിക്കുന്ന തോന്നിയവാസങ്ങൾ പോലെ, അമേരിക്കയിൽ നിന്ന് കാണിക്കുന്ന തോന്നിയവാസങ്ങൾ പോലെ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, നിങ്ങളുടെ ജനങ്ങളോട് പാവങ്ങളോട് അതിക്രമം കാണിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ എപ്പോഴാ പറയുന്നത്? യുദ്ധത്തിൽ ഒരു നീതിയും ഒരു ന്യായവും നോക്കാതിരുന്ന 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ ഖുർആൻ ലോകത്തെ ഞെട്ടിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിക്രമികളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. നിങ്ങൾ ജനങ്ങളുടെ ബക്കറ്റ് കയറണം എന്ന് പറഞ്ഞില്ല, പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞില്ല, വാളായിട്ട് കുത്തണം പറഞ്ഞില്ല. പറഞ്ഞിട്ട് പരമാവധി 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 ക്ഷമിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങേയറ്റം ഗതിമുട്ടിയാൽ നിങ്ങൾക്ക് ആയുധമെടുക്കാം, തിരിച്ചു പോരാടാം. അവിടെ പോലും മാന്യമായ രീതിയിൽ നിലക്ക് വേണം. ഇങ്ങോട്ട് എത്ര വന്നോ
അങ്ങോട്ട് അത്രമാത്രം എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് വീണ്ടും ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞ വീണ്ടും കാര്യം 215 ഖുർആൻ എന്താണ് ചെലവഴിക്കേണ്ടത് എന്നവർ ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് ഫലിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ചെലവഴിക്കണം, വൽ അഖ്റബീൻ ബന്ധുക്കൾക്ക് ചെലവഴിക്കണം, വലിയ യതാമ പാവങ്ങൾക്ക് ചെലവഴിക്കണം, മിസ്കീൻ ദരിദ്രർക്ക് ചെലവഴിക്കണം, വബിൽ സബീൽ വഴിയാത്രക്കാർക്ക് ചെലവഴിക്കണം. അത് മാത്രമല്ല ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഉപേക്ഷിക്കണം. മദ്യത്തെപ്പറ്റി ചൂതാട്ടത്തെപ്പറ്റി അവർ ചോദിക്കുന്നു. നീ പറഞ്ഞു കൊടുക്കണം, അതിന് വലിയ പാപമുണ്ട്, മനുഷ്യർക്ക് കുറച്ച് ഉപകാരമുണ്ട്, മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഉപകാരത്തെക്കാൾ ഗുരുതരമാണ് അതിലുണ്ടാകുന്ന പാപങ്ങൾ. അതിലൂടെ മനുഷ്യ സമുദായങ്ങൾ, സമൂഹങ്ങൾ, വ്യക്തികൾ, കുടുംബങ്ങൾ മദ്യത്തിലൂടെ, മൈരാക്ഷിയിലൂടെ, ചൂതാട്ടത്തിലൂടെ നശിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് അവസാനിപ്പിക്കണം. ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് അല്ലേ? മനസ്സിലാക്കണം. അനാഥരോട് പ്രത്യേകം ചോദിച്ചു, യതീമുകളെ പറ്റി ചോദിച്ചു. ഏറ്റവും ഖൈറായ നിലക്ക് അവരോട് പെരുമാറണം. മുല കുടിക്കുന്ന കുട്ടിക്ക് വരെ അവകാശമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. മുല കുടിക്കുന്ന കുട്ടിയുടെ അവകാശം വരെ സൂറത്തുൽ ബഖറ പറഞ്ഞു. മുലകുടിയത് പൂർത്തിയാക്കണം എന്നുദ്ദേശമുള്ള യഥാർത്ഥത്തിലുള്ള ആളുകൾ 2 കൊല്ലം പൂർത്തിയായി മക്കൾക്ക് മുല കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത്രയും സുന്ദരമായ മതം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ മതം അതിസുന്ദരമായ മതമാണ്, ഒരാൾക്കും ഒരു തെറ്റും കാണിച്ചു തരാൻ കഴിയാത്ത മതമാണ്. പക്ഷേ ഈ മതത്തിലും നിർബന്ധമില്ല. ഈ മതത്തിൽ നിർബന്ധമില്ല, എന്നിട്ട് വരണമെന്ന് നിർബന്ധമില്ല. ഈ മതത്തിന്റെ കാര്യത്തിൽ ബലം പ്രയോഗിച്ച് നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിലില്ല. ഇത്ര സുന്ദരമായ ആദർശം. ഇതിന്റെ അവസാനം സൂറത്തുൽ ബഖറയിൽ അവസാനം ഖുർആൻ പറഞ്ഞത് അവസാനിപ്പിക്കുന്നത് 269-ാമത്തെ ഖുർആൻ പറയുന്നത്, യുത്തിൽ ഹിക്മത മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തിരിച്ചറിവ് കൊടുക്കും, വിജ്ഞാനം കൊടുക്കും. ആർക്ക് ഇൽമ കിട്ടിയോ, ആർക്ക് അറിവ് കിട്ടിയോ, വിജ്ഞാനം കിട്ടിയോ, അവന് ധാരാളം ഉപകാരം, ഹൈറ് അവന് കിട്ടിക്കഴിഞ്ഞു. പലിശ എന്ന ചൂഷണത്തിനെതിരെയും അവിടെ നിലപാടെടുത്തു. പിശാചുബാധയേറ്റുകൊണ്ട് എഴുന്നേൽക്കുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ പലിശ തിന്നുന്നവൻ, പലിശ എന്ന ചൂഷണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ്. നിലപാട് പറയേണ്ട കാര്യമല്ല മനുഷ്യന്മാരെ. പലിശ എടുക്കുന്ന ആളുകളോട് യുദ്ധം പ്രഖ്യാപിച്ചു വിശുദ്ധമായ ഖുർആൻ. അത് നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇന്നത് കൊടുക്കാൻ കഴിയില്ലാത്ത പാവപ്പെട്ട കടക്കാരൻ, ആ കടക്കാരന്റെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞു, ഒരു കടക്കാരന് നിങ്ങൾ സാവകാശം കൊടുക്കണം. ഇങ്ങനെ സഹോദരങ്ങൾ, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രത്തോളം മാനവികമായ ഒരു ഗ്രന്ഥം, മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ അനിവാര്യമായ ഒരു ഗ്രന്ഥം, ഒരു കിതാബ് ലോകത്തിൽ കാണുക സാധ്യമല്ല. അത് നമ്മൾ ഏറ്റെടുക്കുക, നമ്മൾ അതിന്റെ പ്രചാരകരായി മാറുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.